ആരോഗ്യ ലോകത്തിലേക്ക് സ്വാഗതം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതു പ്രായക്കാർക്കും വരാവുന്ന ഒരു രോഗമാണ് പൈൽസ്. എങ്കിലും പ്രായമേറിയവരിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നു. ചെറുപ്പക്കാരിലാകട്ടെ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെന്ന ശ്രദ്ധേയമായ വസ്തുത. എന്താണ് പൈൽസ്? മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ തടിച്ച് വികസിച്ച് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ് പൈൽസ് അഥവാ മൂലക്കുരു, അർസസ്, ഹെമറോയിഡ് എന്നാണ് ഇവയെ വൈദ്യശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ മലദ്വാരത്തിന് പുറത്തേക്കും ഈ രക്തക്കുഴലുകൾ തടിച്ചു വീർത്ത് തള്ളി നിൽക്കാറുണ്ട്. വേദനാജനകമായ അവസ്ഥയാണിത്. അവയ്ക്ക് പൊട്ടലോ കീറലോ ഉണ്ടാകുമ്പോഴാണ് രക്തസ്രാവം കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നു എന്നതിന് കൃത്യമായ കാരണം പറയാനാകില്ല. എങ്കിലും ഒരു പാരമ്പര്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രോഗമാണിത്. മലബന്ധമുള്ളവർ, മലവിസർജനത്തിന് പതിവായി അമിത രക്തസമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നവർ മുതലായവരിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത്. എന്താണ് ഇതിനുള്ള രോഗകാരണങ്ങൾ? പൈൽസ് വരാനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി പറയാനാകില്ലെങ്കിലും പല കാരണങ്ങളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മൂലക്കുരു വന്നിട്ടുള്ള മിക്കവരും മലബന്ധം ഏറെക്കാലമായി അനുഭവിക്കുന്നവരാണ് എന്ന് സാക്ഷ്യം. മലശോധനയ്ക്ക് പോകുമ്പോഴും കടുത്ത സമ്മർദ്ദം ഉപയോഗിച്ച് മാത്രം ശോധന നടത്തേണ്ടി വരുന്നവരാണിവർ. മലവിസർജന സമയത്ത് അമിതമായ മർദ്ദം ചെലുത്തേണ്ടി വരുന്നത് ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്നു. അതുപോലെ പതിവായി ക്രമം തെറ്റിയ വിസർജനം, പാരമ്പര്യം, വാർദ്ധക്യം, ഗർഭധാരണം എന്നിവയും മറ്റ് കാരണങ്ങളായി വരുന്നു. പൊണ്ണത്തടിയും ദീർഘനേരമായിട്ടുള്ള ഇരിപ്പും മൂലക്കുരുവിന് കാരണമാകുന്നു. ഗർഭകാലത്ത് വയറിനകത്തുണ്ടാകുന്ന അമിതമർദ്ദം കാരണം രക്തക്കുഴലുകൾ വികസിക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ പ്രക്രിയ പ്രസവ സമയത്തും സംഭവിക്കുന്നു. ഗർഭകാല പൈൽസിന് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. കാരണം പ്രസവശേഷം മൂലക്കുരു താനെ ചുരുങ്ങിപ്പോകുന്നു. ഇനി പൈൽസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ചൊറിച്ചിൽ മുതൽ ക്യാൻസർ വരെയുള്ള പല രോഗങ്ങളും മലദ്വാരവുമായി ബന്ധപ്പെട്ട് ഒരേപോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നവയാണ്. പൈൽസിന് പുറമെ ഫിസ്റ്റൂല, ഫിഷർ, പൈലോനൈഡൽ സൈനസ്, ക്ഷയരോഗം, ക്രോൺസ് ഡിസീസ് എന്നിവയും സമാന ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ മലദ്വാരത്തിന് ചുറ്റും ഏത് അസുഖം വന്നാലും നമ്മുടെ ധാരണ പൈൽസ് എന്നാണ്. രോഗലക്ഷണങ്ങളിൽ നിന്നും പൈൽസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആവശ്യമാണെങ്കിൽ സ്വയം പരിശോധിക്കാവുന്നതുമാണ്. വിസർജന ശേഷം മലദ്വാരത്തിൽ തള്ളിച്ച് അനുഭവപ്പെടുകയോ ടോയ്ലറ്റ് പേപ്പറിലോ ടോയ്ലറ്റിലോ രക്തം കണ്ടാൽ പൈൽസ് രോഗസാധ്യത സംശയിക്കാം. അനുഭവപ്പെടുന്ന തടിപ്പിന് വേദനയുണ്ടെങ്കിൽ രക്തം കട്ടപിടിക്കുന്നു. ഈ അവസ്ഥയിൽ നിർബന്ധമായും ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണം. ഫിഷർ, ക്യാൻസർ എന്നീ രോഗങ്ങൾക്കും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. രോഗം പൈൽസ് ആണെന്നുള്ള സംശയം തോന്നിയാലും ഇല്ലെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകാൻ മറക്കരുത്. ഇനി എന്തെല്ലാം ചികിത്സാ മാർഗങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ ചികിത്സ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രോഗ ആരംഭത്തിൽ ചികിത്സിച്ചാൽ ലളിതമായ ചികിത്സാ രീതി കൊണ്ട് തന്നെ ഈ അസുഖം സുഖപ്പെടുത്തുവാൻ കഴിയുന്നു. പൈൽസിനെ തീവ്രതയനുസരിച്ച് 4 ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രേഡിനും ഓരോ ചികിത്സയാണ് നിർദ്ദേശിക്കുന്നത്. 1-ാം ഗ്രേഡ് എന്താണെന്ന് നോക്കാം. 1-ാമത്തെ ഘട്ടത്തിൽ ഭക്ഷണ ക്രമീകരണവും മരുന്നുകളും കൊണ്ട് രോഗനിയന്ത്രണത്തിന് സാധിക്കുന്നു. നാര് അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക, വെള്ളം കുടിക്കുക, മലം കട്ടി കുറഞ്ഞതാകാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് 1-ാമത്തെ ഘട്ടം. നാരുകൾ അടങ്ങിയ ഭക്ഷണം വളരെ അത്യാവശ്യമാണ് മൂലക്കുരു ചുരുങ്ങുവാൻ. ഈ രോഗികളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലും ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട്. ലേപനങ്ങൾ പുരട്ടുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നതോടൊപ്പം ദിവസവും 10 മിനിറ്റ് വീതം നേരിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഇരിക്കുന്നതും വേദനയ്ക്കും ചൊറിച്ചിലിനും ഗുണം ചെയ്യുന്നു. 2-ാം ഗ്രേഡ് ചികിത്സാ രീതി എന്താണെന്ന് നോക്കാം. റബ്ബർ ബാൻഡ് ചികിത്സ.
ഒന്നാം ഗ്രേഡ് പൈൽസിനുള്ള ചികിത്സ കൊണ്ട് ഭേദമാകാത്തവർ പൈൽസിന് രണ്ടാം ഗ്രേഡുള്ള രോഗികൾക്കും മറ്റും ചികിത്സിക്കാറുണ്ട്. റബ്ബർ ബാൻഡ് ഇടൽ, മരുന്ന് കുത്തിവെച്ച് പൈൽസ് ചുരുക്കൽ, ഇൻഫ്രാറെഡ് ചികിത്സ അഥവാ ലേസർ ചികിത്സ തുടങ്ങിയ ഫലപ്രദമായ ചികിത്സകൾ ഉണ്ട്. ആശുപത്രിയിൽ കിടക്കാതെ തന്നെ ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യാവുന്നതേയുള്ളൂ. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് മൂലക്കുരു ദ്രവിപ്പിച്ച് കളയുന്ന ചികിത്സാ രീതി ഫലപ്രദമായി കണ്ടുവരുന്നു. 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ മൂലക്കുരു വീഴുന്നതായി കാണുന്നു. ഗ്രേഡ് 3ഉം 4ഉം വിഭാഗത്തിലുള്ള മൂലക്കുരുകൾ ഭേദമാകണമെങ്കിൽ ശസ്ത്രക്രിയ വളരെ അത്യാവശ്യമാണ്. മൂലക്കുരു ചികിത്സയിലെ ഏറ്റവും ആധുനികമായ രീതിയാണ് സ്റ്റേപ്ലർ ചികിത്സ. സർക്കുലർ സ്റ്റേപ്ലർ എന്ന ഉപകരണം ഉപയോഗിച്ച് മൂലക്കുരു പൂർണ്ണമായും മുറിവില്ലാത്ത രൂപത്തിൽ മുറിച്ചു മാറ്റുന്ന രീതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന തീരെ കുറവായിരിക്കും. 1 ദിവസം മാത്രം മതി ആശുപത്രിയിൽ ചെലവാക്കുവാൻ. മലബന്ധം ഉണ്ടാക്കാത്ത വിധം ഭക്ഷണം ക്രമീകരിച്ച് പ്രത്യേകം ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് അധിക നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലം ഉപേക്ഷിച്ച് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാതെ സൂക്ഷിച്ച് ശോധന കൃത്യസമയത്ത് ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് പൈൽസിനെ പ്രതിരോധിക്കുവാൻ ആകും. ഇനി അർസസിനുള്ള മികച്ച പരിഹാരം ആയുർവേദത്തിലും ലഭിക്കുന്നു. വീട്ടിൽ ചെയ്യുവാനുള്ള ചില പൊടിക്കൈകൾ കൂടി ഞങ്ങൾ ഇവിടെ ചേർക്കുന്നു. അർശരോഗത്തിൽ വിശിഷ്ട ആഹാരങ്ങളായി പറയുന്നവയാണ് ചേന, ചുവന്നുള്ളി, മോര് എന്നിവ. ഇവ കൂടുതലായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. കടുക്കാത്തോട്, സുന്നാമുക്കി, കൊന്നത്തൊലി, നെല്ലിക്കാത്തോട് എന്നിവ പൊടിച്ചു വെച്ച് രാത്രി ഭക്ഷണശേഷം ഓരോ സ്പൂൺ വീതം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് അർസസിന് വളരെ ഗുണം ചെയ്യുന്നു. ഉണക്കമുന്തിരിങ്ങ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ വെള്ളം കുടിക്കുന്നത് ശോധനയ്ക്ക് സഹായിക്കുന്നു. ത്രിഫല ചൂർണം, അഭിപത്തി ചൂർണം, മാണിപത്ര ചൂർണം, ഹിങ്കുവ ചൂർണം എന്നിവ ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കുടിക്കുന്നത് രാത്രി കിടക്കുന്നതിനു മുൻപോ രാവിലെ എഴുന്നേറ്റ് ഉടനെയോ സേവിക്കുന്നത് മലബന്ധം തടയുവാൻ സഹായിക്കും. 5 തുള്ളി ആവണക്കെണ്ണ 1/4 ഗ്ലാസ് പാലിൽ ചേർത്ത് കുടിക്കുന്നതും മലബന്ധം അകറ്റുവാൻ സഹായിക്കുന്നു. അതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞ് ഒരു പാത്രം വെള്ളത്തിൽ രാത്രി മുഴുവൻ ഇട്ടുവെച്ച് ആ വെള്ളം രാവിലെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. കൂടുതൽ നാരിന്റെ അംശം മത്സ്യമാംസങ്ങൾ ആഹാരത്തിൽ നാരിന്റെ അംശം കുറവുള്ള ഭക്ഷണങ്ങൾ, മത്സ്യമാംസങ്ങൾ, മസാല, കോഴിമുട്ട, എണ്ണ പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, കൂടുതൽ നേരം കസേരയിലും മറ്റും ഇരുന്നുള്ള ജോലി, ബൈക്ക് കൂടുതൽ യാത്ര ചെയ്യുന്നവർ, പാരമ്പര്യം എന്നിവ കൂടി പൈൽസിന് ഒരു കാരണമായി കണ്ടുവരുന്നു. പാരമ്പര്യമായി മലദ്വാര സംബന്ധിയായ രോഗമുള്ളവരും മലബന്ധമുള്ളവരും സുഖശോധന ഉറപ്പുവരുത്തുവാനുള്ള ആഹാരശീലങ്ങൾ സ്വീകാര്യമാക്കണം. സ്വാഭാവിക നാരിന്റെ അംശം കൂടുതലുള്ള ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കോഴിയിറച്ചി, മൈദ പലഹാരങ്ങൾ, മസാലക്കറികൾ, എണ്ണ പലഹാരങ്ങൾ എന്നിവ ശീലമാക്കിയവർ ഇത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളും അറിവുകളും സംശയങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.